ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന ചാപ്റ്ററാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എന്താണ് സ്ട്രാറ്റജി എന്ന് നോക്കാം. നമ്മൾ മലയാളത്തിൽ തന്ത്രം എന്നൊക്കെ പറയും. എ ഫേംസ് സ്ട്രാറ്റജി റെഫേഴ്സ് ടു ദ ആക്ഷൻസ് ദാറ്റ് മാനേജേഴ്സ് ടേക്ക് ടു അറ്റൈൻ ദ ഗോൾസ് ഓഫ് ദ ഫേം. ഒരു ഫേമിൻ്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും നേടിയെടുക്കാൻ വേണ്ടി അവിടെയുള്ള മാനേജേഴ്സ് ഏറ്റെടുത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് ഫേമിൻ്റെ സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫേംസ് നീഡ് ടു പെർസ്യൂ ദീസ് സ്ട്രാറ്റജീസ് ദാറ്റ് ഇൻക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത്. സോ ഫേംസ് എങ്ങനത്തെ സ്ട്രാറ്റജീസ് വേണം അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് ഇവിടെ പറയുന്നത്. ഒരു ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതും പ്രോഫിറ്റ് ഗ്രോത്ത് കൂട്ടുന്നതുമായിട്ടുള്ള സ്ട്രാറ്റജീസ് വേണം അവർ അഡോപ്റ്റ് ചെയ്യാനായിട്ട്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് നോക്കാം. പ്രോഫിറ്റബിലിറ്റി ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ദ ഫേം മേക്സ് ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. പ്രോഫിറ്റബിലിറ്റി എന്ന് വെച്ചാൽ ഒരു ഫേം എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ക്യാപിറ്റലായിട്ട് അവരുടെ ഫേമിൽ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മേലെ കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇനി പ്രോഫിറ്റ് ഗ്രോത്ത് ഇസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ നെറ്റ് പ്രോഫിറ്റ്സ് ഓവർ ടൈം. അതായത് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നിന്ന് അടുത്ത പീരീഡിലേക്ക് പോകുമ്പോൾ അവിടെ നെറ്റ് പ്രോഫിറ്റ് എത്രത്തോളം ഇൻക്രീസ് ആയിട്ടുണ്ട് അതിൻ്റെ പെർസെൻറ്റേജ് ഇൻക്രീസാണ് എന്ന് പറയുന്നത് ഈ പ്രോഫിറ്റ് ഗ്രോത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദിസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ഫേംസ് ക്യാൻ ഡു ദ ഫോളോയിങ് തിങ്സ്. പ്രോഫിറ്റബിലിറ്റിയും പ്രോഫിറ്റ് ഗ്രോത്തും കൂട്ടാൻ വേണ്ടി അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് ഇനി പറയുന്നത്. ഒന്ന്, ഫേംസ് ക്യാൻ ആഡ് വാല്യൂ, ദെൻ ഫേംസ് ക്യാൻ ലോവർ കോസ്റ്റ്, ഫേംസ് ക്യാൻ സെൽ മോർ ഇൻ എക്സിസ്റ്റിംഗ് മാർക്കറ്റ്സ് ആൻഡ് ദേ ക്യാൻ എക്സ്പാൻഡ് ഇൻ്റർനാഷണലി. ഒരു ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും പ്രോഫിറ്റ് ഗ്രോത്തും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഫേംസിന് എന്തൊക്കെ ചെയ്യാം? അവരുടെ പ്രൊഡക്ട്സിൻ്റെയും സർവീസസിൻ്റെയും വാല്യൂ ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ചിലവ് കുറയ്ക്കാം. പിന്നെ കൂടുതൽ പ്രൊഡക്ട്സ് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ വിൽക്കാം. നെക്സ്റ്റ് പറയുന്നത് അവർക്ക് ഇൻ്റർനാഷണലി എക്സ്പാൻഷൻ കൊണ്ടുവരാം. അതായത് നാഷണൽ ബൗണ്ടറീസ് കടന്നുകൊണ്ട് അവർക്ക് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റിലും അവരുടെ ആക്ടിവിറ്റീസിനെ നടത്തിക്കൊണ്ടുപോകാം. ഇങ്ങനെ ഈ 4 കാര്യങ്ങളും ചെയ്താൽ അവരുടെ ഫേമിൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റെപ്സ് ഇൻ സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ്. ഒരു ഫേം സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് അഥവാ സ്റ്റേജസ് ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. സോ ഇതിൽ ഒരു 7 സ്റ്റേജസ് ആണ് വരുന്നത്. SWOT അനാലിസിസ്, ഡിസിഷൻ ടു ഇൻ്റർനാഷണലൈസ്, മാർക്കറ്റ് സെലക്ഷൻ, പ്രൊഡക്റ്റ് സെലക്ഷൻ, സെലക്ഷൻ ഓഫ് എൻട്രി മോഡ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സെലക്ഷൻ ആൻഡ് അറ്റ് ലാസ്റ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷണൽ ഡിസിഷൻസ്. ഇനി ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സ്ട്രാറ്റജി ഫോർമുലേഷൻ ഇസ് SWOT അനാലിസിസ്. SWOT അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഫാക്ടേഴ്സാണ് ഈ SWOT എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. ഇതിലെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒരു ഫേമിൻ്റെ ഇൻറ്റേർണലായിട്ട് വരുന്ന ഫാക്ടേഴ്സാണ്. പിന്നെ ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റ്സും ഇത് രണ്ടും എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ്, ഫേമിനെ ബാധിക്കുന്ന 2 കാര്യങ്ങൾ. സോ ഈ 4 ഫേമിൻ്റെ ആക്ടിവിറ്റീസിനെ ഇഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. 2 ഇൻറ്റേർണൽ ആണെങ്കിൽ 2 എക്സ്റ്റേണൽ ആണ്. SWOT analysis provides information that is helpful in matching a company's resources and capabilities to the competitive environment in which it operates. SWOT analysis നടത്തുന്നത് വഴി ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ സ്ട്രെങ്ത് കണ്ടെത്താൻ പറ്റുന്നു, വീക്ക്നെസ്. അതായത് ഒരു ഫേമിന് ഏതൊക്കെ മേഖലയിലാണ് അവർ കേപ്പബിലിറ്റി ഉള്ളത്, അതുപോലെ ഏതൊക്കെ മേഖലയിലാണ് അവർ വീക്കായിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്താൻ പറ്റും. അതുപോലെ ഏതൊക്കെ ഏരിയയിലാണ് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളുള്ളത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അവർ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നത്, അതാണ് ത്രെറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും SWOT അനാലിസിസ് നടത്തിയാൽ. അപ്പോൾ ആദ്യം തന്നെ SWOT അനാലിസിസ് ആണ് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇത് നടത്തുന്നത് വഴി കമ്പനിയുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും കഴിവുകളും ഒക്കെ എത്രത്തോളം
നമ്മുടെ എക്സ്റ്റേണലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, എവിടെയാണോ കമ്പനി വർക്ക് ചെയ്യുന്നത് ആ ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിൽ അവർക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും, എങ്ങനെ നല്ലൊരു കോമ്പറ്റീഷൻ മീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതെല്ലാം അതിനെല്ലാം വേണ്ട സഹായിക്കുന്നതാണ് ഈ SWOT അനാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈഡിങ് ടു ഇൻ്റർനാഷണലൈസ്. So, if the SWOT analysis is favorable to the firm, it may decide to venture into the foreign market. ഓക്കെ, അതായത് SWOT അനാലിസിസ് ഫേവറബിൾ ആണ് ഒരു ഫേമിനെ സംബന്ധിച്ച് എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവരുടെ സ്ട്രെങ്ത്ത് ഉള്ള ഏരിയാസ് കൂടുതലാണ് എന്നൊക്കെയാണെങ്കിൽ അവർ ഫോറിൻ മാർക്കറ്റിലും കൂടെ എൻ്റർ ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ട തീരുമാനം കൂടെ എടുക്കും. അപ്പോൾ ഈ ഫോറിൻ മാർക്കറ്റിൽ അഥവാ നാഷണൽ ബൗണ്ടറീസ് കടന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നതിനെയാണ് ഡിസൈഡിങ് ടു ഇൻ്റർനാഷണലൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ഫേം മസ്റ്റ് ഇവാലുവേറ്റ് ദ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, ലീഗൽ ആൻഡ് ടെക്നിക്കൽ ഡിഫറൻസസ് പ്രിവലൻറ്റ് ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ്. അപ്പോൾ ഇതുവരെ ഡൊമസ്റ്റിക് കൺട്രിയിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു ഫേം ഇൻ്റർനാഷണലൈസ് ചെയ്യുമ്പോൾ അഥവാ ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അവിടെയുള്ള സോഷ്യൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, എക്കണോമിക്കൽ, ലീഗൽ ഫാക്ടേഴ്സ്, ടെക്നിക്കൽ ഫാക്ടേഴ്സ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അവിടേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഡൊമസ്റ്റിക് കൺട്രിയിലുള്ള അതേപോലെ ആയിരിക്കില്ല ഫോറിൻ മാർക്കറ്റിലുള്ള എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. സോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയ ശേഷമേ ഒരു ഫേം ഇൻ്റർനാഷണലൈസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി തേർഡ് സ്റ്റെപ്പാണ് മാർക്കറ്റ് സെലക്ഷൻ. സോ a company may select its target markets on the basis of geographical proximity, market potential of the country and market access. ഒരു കമ്പനി അവരുടെ ടാർഗറ്റ് മാർക്കറ്റുകൾ സെലക്ട് ചെയ്യുന്ന ടൈമിൽ ദാറ്റ് ഈസ് നമ്മൾ ഇൻ്റർനാഷണലൈസ് ചെയ്യാൻ പോവുകയാണ്, ഫോറിൻ മാർക്കറ്റിൽ മാർക്കറ്റ് അവിടെ ട്രേഡ് നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള അത് എത്രത്തോളം ദൂരം ഉള്ള ഒരു കൺട്രിയാണ്, അതുപോലെ തന്നെ അവിടെ മാർക്കറ്റ് പൊട്ടൻഷ്യാലിറ്റി ഉണ്ടോ, അവിടെ മാർക്കറ്റിലേക്ക് ഈസിയായി ആക്സസ് ചെയ്യാൻ പറ്റുമോ, എളുപ്പം ആ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ആൻഡ് ദർ ആർ എ നമ്പർ ഓഫ് ട്രേഡ് പ്രിഫറൻഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഓപ്പറേറ്റിംഗ് ഇൻ ദ വേൾഡ് ടുഡേ ആൻഡ് ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ എ കമ്പനി ടു ചൂസ് കൺട്രീസ് വിച്ച് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് ദ കൺട്രി ഓഫ് ദ ഫേം ആൻഡ് ഹൂസ് ഇമ്പോർട്ട് പോളിസി ഈസ് നോട്ട് റെസ്ട്രിക്റ്റീവ്. ഇന്നത്തെ വേൾഡിൽ പലതരത്തിലുള്ള ട്രേഡിന് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പല അറേഞ്ച്മെൻറ്റ്സും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചില കൺട്രീസ് ഉണ്ടായിരിക്കും ആ കൺട്രിയിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകില്ല, അതായത് അവരുടെ ഇമ്പോർട്ട് പോളിസി എന്ന് പറയുന്നത് എന്താണ് റെസ്ട്രിക്റ്റീവ് ടൈപ്പ് അല്ല, അത് വളരെ ഓപ്പൺ ആണ്, മീൻസ് ഒന്നിനെയും റെസ്ട്രിക്റ്റ് ചെയ്യുന്നതല്ലാതെ ലിബറൽ ആയിട്ടുള്ള ഇമ്പോർട്ട് പോളിസി ആയിരിക്കും. പിന്നെ ഡിസ്ക്രിമിനേഷനൊന്നും കാണിക്കാത്ത രീതിയിൽ, അതായത് ചില കൺട്രീസിനെ എൻട്രി ചെയ്യിക്കുന്നു, ചില കൺട്രീസിൻ്റെ പ്രൊഡക്ട്സ് എൻട്രി ചെയ്യിക്കുന്നില്ല, അങ്ങനെ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാത്ത നല്ല ഫേവറബിൾ ആയിട്ടുള്ള മാർക്കറ്റുള്ള കൺട്രീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് മാർക്കറ്റ് കണ്ടെത്തുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എക്സ്പാൻഷൻ നടത്തുന്നതാണ് ഒന്നുകൂടെ ഉചിതം എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് എല്ലാം നോക്കിയ ശേഷം വേണം ഫോറിൻ മാർക്കറ്റിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മാർക്കറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജാണ് പ്രൊഡക്റ്റ് സെലക്ഷൻ. ദ കൺസിഡറേഷൻസ് ദാറ്റ് എ കമ്പനി മേ ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഇൻ സെലക്ടിങ് പ്രൊഡക്ട്സ് ഫോർ എക്സ്പോർട്ട് വിൽ ഇൻക്ലൂഡ് ദ ഫോളോയിങ്. സോ നമ്മൾ ഇൻ്റർനാഷണലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ചെയ്യുക, ട്രേഡ് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യാണ് ബൗണ്ടറീസും നാഷണൽ ബൗണ്ടറീസും കടന്നുകൊണ്ട്. അപ്പോൾ ഒരു കമ്പനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ മീൻസ് അവിടെ ഫോറിൻ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം ശ്രദ്ധിക്കാനായിട്ട്. അതിലെ ഫസ്റ്റ് വണ്ണാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ദാറ്റ് മീൻസ് ഈ പ്രൊഡക്ട്സ് ഫോറിൻ മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു സപ്ലൈ, അതായത് പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യുന്നത് ഈ ഫേം ആയിരിക്കും. സോ ഫേമിൻ്റെ ഭാഗത്തു നിന്ന് സപ്ലൈ ചെയ്യുന്നതിന് ഒരു തടസ്സം അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരിക്കരുത്. കണ്ടിന്യൂസ് സപ്ലൈ പോസിബിൾ ആയിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് പ്രൊഡക്റ്റ് ഷുഡ് ബി യുണീക്ക്. നമ്മൾ ഫോറിൻ മാർക്കറ്റിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് എൻട്രി ചെയ്യിക്കുമ്പോൾ അതിന് നല്ലൊരു സപ്പോർട്ട് കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു മാർക്കറ്റ് കിട്ടണം എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം. അതൊരു യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. മറ്റുള്ള കമ്പനിയുടെ പ്രൊഡക്ട്സ് പോലെ ആയിക്കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ചൊരു പ്രാധാന്യം ഉണ്ടായിരിക്കില്ല.
അങ്ങനെ ഒരു ന്യൂ പ്രൊഡക്റ്റ് ആകുമ്പോൾ അതിന് എളുപ്പം കസ്റ്റമേഴ്സിനെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ കമ്പനീസ് പ്രൊഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ തന്നെ അതിന് കുറച്ച് ടൈം ലാഗ് വരും. അതായത് ഒരു കമ്പനി പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത് ഉടനെ തന്നെ മറ്റുള്ളവർക്ക് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. എങ്ങനെയും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ കണ്ടക്ട് ചെയ്ത് കുറച്ച് ടൈം എടുത്തിട്ടേ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അതുപോലെ ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. സോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പ്രൊഡക്റ്റിനെ സെലക്ട് ചെയ്യാൻ. ദെൻ പറയുന്നത് അപ്രോച്ച് ദ പ്രോബ്ലം ഓഫ് പ്രൊഡക്റ്റ് സെലക്ഷൻ ഫ്രം ദ ഡിമാൻഡ് സൈഡ്. ഡിമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ട് വേണം പ്രൊഡക്റ്റിനെ സെലക്ട് ചെയ്യാൻ. ദാറ്റ് മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റ്, ഇപ്പോൾ നിലവിൽ ഡിമാൻഡ് ഉണ്ടായിരിക്കുന്ന ആ പ്രൊഡക്റ്റിന് അതുപോലെ തന്നെ ഭാവിയിലും ആ ഡിമാൻഡ് നിലനിന്ന് പോകും എന്നുള്ള അത്രയും ഹൈ ഡിമാൻഡ് ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു പ്രൊഡക്റ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അവിടെ എൻട്രി ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിമാൻഡ് ഇല്ലാത്ത പ്രൊഡക്റ്റാണ്, അവിടെ വാങ്ങിക്കാൻ ആരും ഇല്ല എന്നാണെങ്കിൽ പിന്നെ അത് ഫ്ലോപ്പായി പോകും, ഫെയിലിയർ ആയിരിക്കും, അവിടെ അധികം മാർക്കറ്റിംഗ് ഒന്നും പോസിബിൾ അല്ല. ദെൻ ലാസ്റ്റ് പറയുന്നത് പ്രൊഡക്റ്റ് വിച്ച് ഫേസ് മിനിമം ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻസ്. അതായത് ചില പ്രൊഡക്ട്സിന് ചില രാജ്യങ്ങളിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. സോ അതൊക്കെ നോക്കിയിട്ട് അധികം റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ലിബറൽ ആയിട്ടുള്ള, അതായത് മാർക്കറ്റിൽ കൂടുതൽ എളുപ്പം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ഏതാണോ, റെസ്ട്രിക്ഷൻസ് കുറവായിട്ടുള്ള പ്രൊഡക്ട്സ് ഏതൊക്കെയാണോ അങ്ങനത്തെ പ്രൊഡക്ട്സിൽ വേണം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റിനെ സെലക്ട് ചെയ്യുന്നത്. 5th സ്റ്റെപ്പാണ് സെലക്ഷൻ ഓഫ് എൻട്രി മോഡ്. അതായത് എങ്ങനെയാണ് ഫോറിൻ മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നത് അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ദ മാനേജ്മെൻറ്റ് മേ ഡിസൈഡ് ഓൺ വൺ ഓർ മോർ ഓഫ് ദ വേരിയസ് ഓപ്ഷൻസ് അവൈലബിൾ ടു ഇറ്റ് വൈൽ ഡിസൈഡിങ് ദ മോഡ് ഓഫ് എൻട്രി. എങ്ങനെ എൻട്രി ചെയ്യണം ഒരു ഫോറിൻ മാർക്കറ്റിൽ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒന്നോ അതിൽ കൂടുതലോ ഓപ്ഷൻസ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. കോമൺ മോഡ്സ് ഓഫ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് എൻട്രി ആർ എക്സ്പോർട്ടിംഗ്, ലൈസൻസിങ്, പാർട്ട്ണറിംഗ്, അക്വിസിഷൻ ആൻഡ് ഗ്രീൻഫീൽഡ് വെഞ്ചറിങ്. ദാറ്റ് ഈസ് സാധാരണ കണ്ടുവരുന്ന മോഡ്സ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് ഒന്നുകിൽ എക്സ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലൈസൻസിങ്, അതല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്, അക്വിസിഷൻ, ഗ്രീൻഫീൽഡ് വെഞ്ചറിങ് തുടങ്ങിയവയൊക്കെയാണ്. ഓക്കെ, സോ മാർക്കറ്റ് സെലക്ട് ചെയ്തു, പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു, എങ്ങനെ എൻട്രി ചെയ്യണം എന്നുള്ളതും തീരുമാനിച്ചു. അടുത്തത് പറയുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സെലക്ഷൻ. അതായത് അവിടെ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 3 സ്ട്രാറ്റജീസാണ് പറയുന്നത്. ഒന്ന് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ദെൻ പ്രൈസിങ് സ്ട്രാറ്റജി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് വെരി റയർലി ദാറ്റ് ദ സെയിം പ്രൊഡക്റ്റ് സ്ട്രാറ്റജി സക്സീഡ്സ് ടു ഓൾ മാർക്കറ്റ്സ് ഈക്വലി. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മാർക്കറ്റിലും ഒരേ പ്രൊഡക്റ്റ് സ്ട്രാറ്റജി തന്നെ സ്യൂട്ടബിൾ ആയിക്കൊള്ളണം എന്നില്ല. പ്രൊഡക്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പ്രൊഡക്റ്റ് കൊണ്ടുള്ള മെയിൻ പർപ്പസ്, അതുപോലെ ആരാണ് ഈ മാർക്കറ്റിൽ ഇതിലെ ഐഡിയൽ കസ്റ്റമേഴ്സ് ആരാണ് ഈ പ്രൊഡക്റ്റിൻ്റെ, അതുപോലെ എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് മറ്റുള്ള പ്രൊഡക്ട്സിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. എ കമ്പനി ഷുഡ് ഡിസൈഡ് വെദർ ഇറ്റ് ഷുഡ് ചാർജ് ദ സെയിം നെറ്റ് പ്രൈസ് ഫോർ എ പ്രൊഡക്റ്റ് ഇൻ ഓൾ ഓഫ് ഇറ്റ്സ് മാർക്കറ്റ്സ് ഓർ ഡിഫറെൻറ്റ് പ്രൈസസ് ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ്സ്. സോ പ്രൈസിങ് സ്ട്രാറ്റജി ചൂസ് ചെയ്യുമ്പോൾ, പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ, പലതരത്തിലുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസ് ഉണ്ട്. അതായത് എങ്ങനെയാണ് അവർ പ്രൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അവരുടെ പ്രൊഡക്റ്റിനെ. ചില കമ്പനീസ് ഉണ്ടായിരിക്കും അവരുടെ പ്രൊഡക്ട്സിന് ആദ്യം തന്നെ ചെറിയ വില വയ്ക്കും, എന്നിട്ടാണ് മാർക്കറ്റിൽ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ചെറിയ വില കണ്ടിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ മെല്ലെ മെല്ലെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും പ്രൈസ് കൂട്ടിക്കൂട്ടി വരും. ഇനി നേരെ തിരിച്ച് ചില പ്രൊഡക്ട്സിന് ആദ്യമേ ഹൈ പ്രൈസ് വെച്ച് പിന്നെ അത് കുറച്ച് കൊണ്ടുവരുന്നവരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസ് നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഓർക്കേണ്ടത് ഇതാണ്, നമ്മൾ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിയിൽ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള മാർക്കറ്റുകളായിരിക്കും വേൾഡിൽ ഉണ്ടാവുക. അപ്പോൾ ഓരോ മാർക്കറ്റിനും ഓരോ തരത്തിലുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുണ്ടായിരിക്കുക. എല്ലാ മാർക്കറ്റിനും ഒരേപോലെ സ്ട്രാറ്റജി യൂസ്ഫുൾ ആയിരിക്കണമെന്നില്ല. നെക്സ്റ്റ് 3rd വൺ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയാണ്. ഒരു കമ്പനിക്ക് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി പലതരത്തിൽ അഡോപ്റ്റ് ചെയ്യാം. അതായത് ഒന്ന് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അതായത് മാക്സിമം മാർക്കറ്റിൽ അവരുടെ പ്രൊഡക്ട്സ് എത്തിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സുകളിൽ മാത്രം പ്രൊഡക്ട്സ് ഓഫർ ചെയ്യുക, അങ്ങനെ എക്സ്ക്ലൂസീവായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സെലക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്യുക. അതായത് സെലക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ
ചില മാർക്കറ്റുകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ മാത്രമായിട്ട് അവരുടെ ഔട്ട്ലെറ്റ്സ് തുടങ്ങുക, അങ്ങനെയും ചെയ്യാം. സോ ഇതിലേതാണെങ്കിലും എ കമ്പനി ഷുഡ് വർക്ക് ഔട്ട് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി വെരി കെയർഫുള്ളി സോ ദാറ്റ് ഇറ്റ്സ് പ്രൊഡക്റ്റ് റീച്ചസ് ദ കൺസ്യൂമർ അറ്റ് ദ റൈറ്റ് പ്ലേസ് ആൻഡ് റൈറ്റ് ടൈം വിത്ത് ദ റീസണബിൾ കോസ്റ്റ്. അവരുടെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്? പ്രൊഡക്റ്റ് കറക്റ്റ് സമയത്ത് ശരിയായ പ്ലേസിൽ ശരിയായ സമയത്ത് റീസണബിൾ ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഒരു പ്രൈസിൽ വേണം കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. The company should be very clear about the division of risk, responsibilities and privileges between it and the distributors and the cost of distribution because these depend on the length of the channel. അപ്പോൾ ഒരു കമ്പനി ഈ റിസ്ക് ഡിവൈഡ് ചെയ്യുന്നത്, ചുമതലകൾ ഡിവൈഡ് ചെയ്യുന്നത്, ബെനിഫിറ്റ്സ് അഥവാ പ്രിവിലേജസ് മറ്റുള്ളവർക്കിടയിൽ ഡിവൈഡ് ചെയ്യുന്നത്, പിന്നെ ഏതൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരൊക്കെയാണ്, ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സിൽ എത്രത്തോളം കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട് തുടങ്ങിയ എല്ലാ കാര്യത്തെപ്പറ്റിയും നല്ല അറിവുണ്ടായിരിക്കണം. നല്ല ക്ലിയർ ആയിട്ട് അതിനെപ്പറ്റിയെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. കാരണം ഇതെല്ലാം ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് പറയുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷണൽ ഡിസിഷൻ. Careful planning should precede the selection of most appropriate export market, export product, market entry technique and marketing strategy, taking into account various factors on the demand and supply sides. അപ്പോൾ നമ്മൾ ഡിമാൻഡും സപ്ലൈയും എല്ലാം നോക്കിയ ശേഷം എന്തൊക്കെ തീരുമാനിച്ചു? ഏത് മാർക്കറ്റിൽ എക്സ്പോർട്ട് ചെയ്യണം, ഏത് പ്രൊഡക്റ്റ് വേണം എക്സ്പോർട്ട് ചെയ്യാൻ, ആ മാർക്കറ്റിൽ എൻ്റർ ചെയ്യേണ്ടത് ഏത് മോഡ് ഓഫ് എൻട്രി, ഏത് മെത്തേഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്, പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്തായിരിക്കണം യൂസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം. ദെൻ വൺ ഓഫ് ദ മേജർ ഡിസിഷൻസ് ദാറ്റ് എ കമ്പനി ഹാസ് ടു ടേക്ക് റിലേറ്റ്സ് ടു ദ ടൈപ്പ് ഓഫ് ഓറിയൻറ്റേഷൻ ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് ടു ഇറ്റ്സ് ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ്. ദാറ്റ് മീൻസ് ഇതെല്ലാം ഫിക്സ് ആക്കിയ ശേഷം അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത ശേഷം ഒരു കമ്പനി അവരുടെ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ്, അതായത് അവർ ഫോറിൻ മാർക്കറ്റിൽ നടത്താൻ പോകുന്ന ആക്ടിവിറ്റീസിനോടൊക്കെ ഏത് തരത്തിലുള്ള ഒരു അപ്രോച്ച് വേണം സ്വീകരിക്കാൻ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം. അതുതന്നെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷണൽ ഡിസിഷൻ എന്നുകൊണ്ട് പറയുന്നത്. സോ സ്റ്റെപ്സ് ഇൻ സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം SWOT അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നു, ദെൻ ഇൻ്റർനാഷണലൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നു, മാർക്കറ്റിനെ സെലക്ട് ചെയ്യുന്നു, പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നു, എൻട്രി മോഡ് സെലക്ട് ചെയ്യുന്നു, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നു, അറ്റ് ലാസ്റ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷണൽ ഡിസിഷൻ എടുക്കുന്നു. So hoping you all have understood today's topic. Thank you.